അമ്മേ ആരെ ഫോണില്? ആരാ ഇപ്പൊ സിസ്റ്ററെ വിളിച്ചത്? സിസ്റ്ററുടെ അടുത്താരാ? സാറ് തന്നെ മുഖ്യമന്ത്രി ആവണം, അത് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാ. സിസ്റ്റർ എന്റെ വെറുമൊരു വെൽവിഷർ മാത്രമല്ലല്ലോ, എന്റെ ജീവൻ രക്ഷിച്ച ആളുകൂടിയല്ലേ. സാറിന്റെ ജീവൻ രക്ഷിച്ചത് ഭഗവാനാ, സാക്ഷാൽ മഹാദേവൻ. മഹാദേവൻ എന്ന പേര് എനിക്ക് മറ്റൊരു വികാര പ്രപഞ്ചമാണ്. അതിന്റെ ഗുരുവിന്റെ പേരാണ് മഹാദേവ വർമ്മ. സാറ് മുഖ്യമന്ത്രി ആവണം, അത് മലയാളികളുടെ പ്രാർത്ഥനയാ. ഒന്നും തീരുമാനിച്ചിട്ടില്ല. നാളെയാണ് നിർണായകമായ ആ തീരുമാനം. സിസ്റ്റർ കൂടി ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിസ്റ്റർ വരുമോ? അമ്മേ ആരെ ഫോണില്? ആരാ ഇപ്പൊ സിസ്റ്ററെ വിളിച്ചത്? സിസ്റ്ററുടെ അടുത്താരാ? അല്ല, അമ്മയെന്നാണല്ലോ വിളിച്ചത്. അതാരാ? അത് എന്റെ ഒരു ക്ലയന്റാ. ക്ലയന്റോ? ക്ലയന്റ് അമ്മയെന്ന് വിളിക്കുവോ? അതെന്റെ ചേച്ചിയുടെ മോളാ, അവൾ എന്നെ അമ്മയെന്നാ വിളിക്കുന്നത്. ഓ, ഞാൻ മുഖ്യമന്ത്രിയാകണോ മാറി നിൽക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ദിവസം നാളെയാ. നാളെ ഉറപ്പായിട്ടും സിസ്റ്റർ പവിത്ര വന്നിരിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇലക്ഷന്റെ കാര്യങ്ങളെല്ലാം ഋതു തന്നെയാ ചെയ്തത്, പിന്നെ ഈ ക്രെഡിറ്റ് എല്ലാം എനിക്ക് തരുന്ന എന്തിനാ? എന്റെ അച്ഛന്റെ സന്തോഷം, എന്റെ ഭർത്താവിന്റെ സൽപ്പേര്, ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ടൊരു ഗുഡ് ഇമേജ് ഒന്നും വേണ്ട. ആരോടായിരുന്നു അമ്മേ ഫോണിൽ കത്തി? അത് എന്റെ ഒരു പഴയകാല ബന്ധുവാ, ഇടയ്ക്കിടയ്ക്ക് എന്നെങ്ങനെ വിളിക്കും. തെരഞ്ഞെടുപ്പ് കാലം പോലെ ഭാവിയിലും നിങ്ങളെ രണ്ടുപേരും പ്രതാപേട്ടന്റെ ഇടവും വലവും ഉണ്ടായിരിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ? അമ്മേ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മക്കളെ. ശരി. ചെല്ലേ. എന്റെ ദൈവമേ, നാളത്തെ ദിവസം എന്ത് ചെയ്യും? പണ്ടൊക്കെ ചൂടത്ത് വീശാൻ വിശറി ഉണ്ടായിരുന്നു, രാമച്ച വിശറി. ഇന്ന് ചൂടത്ത് വിശറിയല്ല, ഫാന്, കൂളറ്, AC. ഇപ്പൊ നടക്കുന്ന വഴിയിലെല്ലാം AC പെടലേക്ക് കെട്ടിവെക്കേണ്ടി വരും. കൊതുകാണെങ്കിൽ കഴുകനെ പോലെ പറന്നു വന്ന് കാതിൽ ശൃംഗാരം മൂളുന്നത് പോലെ പാടി, പട്ടി കടിക്കുന്നത് പോലെ കടി. അവിടെ നില്ല. ഇന്നത്തെ പരിപാടി ഞാനൊരാള് മല പോലെ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലയോ? ഓ, പോലീസുകാരാണല്ലേ? വേഷം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, പോലീസുകാർക്ക് വേണ്ട ഒരു ഗമയില്ല. ആട്ടെ പോട്ടെ, ഇരിക്കട്ടെ, അതവിടെ നിക്കട്ടെ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഞങ്ങള് തോന്നക്കൽ പഞ്ചായത്തിൽ നിന്ന് അരി പെറുക്കാൻ വന്ന ആൾക്കാരല്ല. ആ ജയൻ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, ജയൻ കുറെ ദിവസമായിട്ട് ഇവിടെ ഇല്ല. അമ്മച്ചി ജയന്റെ ആരാ? ഞാൻ ജയന്റെ ആരുമല്ല. ജയൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നാ. ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് വന്നിരിക്കുന്ന ഒരകന്ന ബന്ധുവാ. അല്ല, ജയൻ ഈ വീട്ടിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യോ? വിശ്വാസമില്ലെങ്കിൽ സാറന്മാര് കയറി നോക്ക്. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? ആളുകൾ 5-6 പേരുണ്ട്. പിന്നെ 2 പേർക്ക് ചിക്കൻ ബോക്സാ, അതുകൊണ്ടാ പുറത്തേക്ക് വരാത്തത്. ജയം വന്ന എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. ഇല്ല, ഞങ്ങൾ എവിടെയിട്ടാണെങ്കിലും പിടിക്കും, പറഞ്ഞേക്കാം. അയ്യോ, വേണുവാശാനെ, രാധമ്മേ, എന്റെ പൊന്നു മരുമോളെ, ഓടിവായേ, ഓടിവാ. എന്താ പറ്റിയേ? എന്താ അമ്മേ, എന്താ പറ്റിയേ? എന്താ ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ?
പോലീസ് പോലീസാ? ഒന്ന് തെളിച്ച് പറ അമ്മേ. ദേ എവളെ ഭർത്താവ് ജയനെ തിരക്കി പോലീസ് വന്നിട്ട് പോയി. അതെന്തിനാ അവരെ തിരക്കി പോലീസ് വരുന്നേ വേണുവേട്ടാ? വല്ല കളവ് കേസും ആയിരിക്കും. ദേ തള്ളേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്. കളവ് കേസാണെങ്കിൽ എവളെയും പോലീസ് പിടിക്കും. കളവ് ചെയ്യുന്നതിനേക്കാൾ കുറ്റകരമാണ് കളവ് മുതൽ ഒളിപ്പിക്കുന്നത്. എവള് കളവ് മുതൽ ഒളിപ്പിക്കുന്നവളാ. ദേ അമ്മേ, കാര്യമൊക്കെ കാര്യം. എന്റെ മോളെ കുറിച്ച് വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. ഞങ്ങള് നല്ല അന്തസ്സായിട്ടാണ് ഞങ്ങളെ മകളെ വളർത്തിയത്. അവൾ എന്തെങ്കിലും കന്നം തിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകൻ പഠിപ്പിച്ചതാ. വേണുവേട്ട് ഇത് എന്തൊക്കെയാ കേക്കുന്നേ? എന്തിനാ അവനെ പോലീസ് തിരക്കുന്നേ? ഇലക്ഷൻ കമ്മീഷന്റെ കണ്ണു വെട്ടിച്ച് അനന്തപിള്ള പല കൊള്ളരുതായ്മകളും ചെയ്തില്ലേ? അയാളകത്തായി ഈ ജയൻ അനന്തപിള്ളയുടെ കൂടെ ഉടുമ്പായി നടന്നതല്ലേ? അതിനായിരിക്കും പോലീസ് തപ്പണത്. ഡേ, നിനക്ക് വല്ലതും അറിയോ? എനിക്കൊന്നും അറിയില്ല അച്ഛാ. അയ്യോ, ഇവക്കെല്ലാം അറിയാച്ചാ. അവനെ കക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവള് ഒറ്റ ഒരുത്തിയാണച്ചാ. ഇനിയും മര്യാദകട്ട് പറഞ്ഞോ? പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. പോട്ടെ മോളെ, അവരെന്ത് വേണമെങ്കിലും പറയട്ടെ. അവര് പഠിച്ചതല്ലേ അവര് പാടും. ഇവരെ മാത്രം കുറ്റം പറയണ്ട. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാ ഇവിടെ നടന്നത്? കെട്ടുകണക്കിന് നോട്ടുകൾ ഇവിടെ പറക്കലായിരുന്നോ? കിട്ടിയവരൊക്കെ വാരി. ഒരു വിവരമില്ലാത്ത ഈ തള്ള വരെ വാരി. അത് ഒരു അവരെയായിട്ടല്ലേ അച്ഛാ. അത് വിട്ടേക്ക്. ഈ ഒരൊറ്റ ഇലക്ഷൻ കൊണ്ട് എത്ര പേരുടെ ജീവിതം മാറ്റിമറിച്ചെന്നറിയോ? പക്ഷേ സത്യമുള്ളതേ നിലനിൽക്കൂ. കണ്ടില്ലേ, നല്ല മനസ്സുള്ളവർക്ക് നല്ലത് കിട്ടും, അതില്ലാത്തവർക്ക് തിരിച്ചടിയും കിട്ടി. അയ്യോ, ഒരു കാലുപോയേ. യോ, ചെറിയ മതിലല്ലായിരുന്നു, വലിയ മതിലായിരുന്നേ. അയ്യോ പ്രിയ, എന്റെ കാലൊടിഞ്ഞു പ്രിയേ. മനുഷ്യ, നിങ്ങൾ അന്വേഷിച്ച് ഇവിടെ പോലീസ് വന്നു. പ്രിയേ, പോലീസ് എന്നെ വല വീശി പിടിക്കും പ്രിയേ. വല വീശി പിടിക്കാൻ നിങ്ങൾ എന്താ കണമ്പോ കാളാഞ്ചിയോ വല്ലോ ആണോ? വാ ഇങ്ങോട്ട്. അയ്യോ, പതുക്കെ. അയ്യോ, അയ്യോ, പതുക്കെ 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 പതുക്കെ. കാല് കാല് കാല്. എലി മാളത്തിൽ ഒളിക്കുന്ന പോലെ ദേ ഇതിനകത്ത് ഒളിച്ചോ. നിങ്ങളെ പോലീസ് എന്നല്ല ഒരു മനുഷ്യനും കാണില്ല. എന്നെ ആ മഹത്തായ തള്ള ഒരാള് മതിയല്ലോ. അവരെന്നെ പിടിച്ച് പോലീസ് കൊടുക്കും. അതാ എനിക്ക് പേടി. അവരെ ഞാൻ ശരിയാക്കാം. ഞാൻ മുറി തൽക്കാലം അടയ്ക്കുക. അനങ്ങാതെ ഇവിടെ ഇരുന്നോണം. കേറിയിരിക്കെ. അയ്യോ.